പാടുന്നത് ഗൗരിയാണ്. ഗൗരി ആരുടെ പാട്ടാണ് ഏത് പാട്ടാണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങക്ക് വരുന്നുണ്ടാവല്ലേ? മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഒരു വാവ് സോങ് ആയിരിക്കണം. ഒരു വാവ്. ഓ വാവ്. വാവ്. ചേച്ചി വാവ് സോങ് ആണ്. ഷാനിക്കയുടെ വാവ് സോങ്. വെൽക്കം ഗൗരി. അതൊക്കെ വരട്ടെ. ഗൗരി ചേച്ചി വെറുതെ വാവ് എന്നുള്ളൊരു വേർഡ് ഇട്ട് ഗസ് ചെയ്തിരിക്കുകയാണ് പാട്ട്. ഷാനിക്കയുടെ പാട്ട്. അതാണോ പാട്ട്? അതാ ഞാൻ പറഞ്ഞേ വാവ് സോങ് ആണെന്ന്. ഷാനിക്കയുടെ പാട്ടാണ് ഗൗരി പാടാൻ പോകുന്നത്. ഹായ് ഗൗരി. ഹായ് സർ. അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു സിനിമയും അതെ പാട്ടും ഒക്കെയാണ് വാവ് സോങ്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ അതിന് മുന്നേ ഞാൻ വെറുതെ ഒരു ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഷാനിക്ക, ഗൗരിക്ക് നന്നായിട്ട് പാടാൻ പറ്റട്ടെ. ഇതൊരു എന്റെ ലൈഫിൽ ഭയങ്കര മാജിക് ഉണ്ടാക്കി തന്നൊരു പാട്ടാണ്. ഐ എം ഫോർ എവർ താങ്ക്ഫുൾ ആ ഒരു പാട്ടിന്. അപ്പൊ അത് ഗൗരിയുടെ കോമ്പറ്റീഷനിലും ഒക്കെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആവട്ടെ എന്ന് ഞാൻ സിൻസിയർ ആയിട്ട് വിഷ് ചെയ്യാണ്. ഗൗരി അടിപൊളിയായിട്ട് പാടൂ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഓൾ പ്രേയേഴ്സ് മോളെ. ഓ താങ്ക് യു സിത്തു ചേച്ചി. പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരെണ്ണം കൂടിയുണ്ട്. പൊന്നും കണിക്കൊന്ന, അതായത് ഗോതയിലെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആരോ നെഞ്ചിലാണ്. പക്ഷെ എന്റെ ഏറ്റവും ഫേവറേറ്റ് അന്നും ഇന്നും എന്നും പൊന്നും കണിക്കൊന്നയാണ്. അതിലെ ആ വാവ് എന്ന് പറയുന്ന എലമെന്റും അതിന്റെ വിഷ്വൽസും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൊന്നും കണിക്കൊന്നയാണ്. അപ്പൊ അത് ഇന്ന് അവിടെ പാടുന്നുണ്ടെന്ന് അറിഞ്ഞു, ഗൗരി പാടുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഗൗരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈക്ക് റേസിന്റെ ഇടയ്ക്ക് ഏതോ ഒരു മരമില്ലിന്റെ ഇടയിൽ. അയ്യോ എന്നാലും അവർ രണ്ടുപേരും അയച്ചു തന്നല്ലോ. താങ്ക് യു സിത്തു ചേച്ചി ആൻഡ് ബേസിലേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ അവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് ഇതാ ഈ ഫ്ലോറിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി കലക്ക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷിത്തൊടാമിഴിയിലോ പരലുകൾ ഇടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ.
മഷിത്തൊടാമിഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളായി ഒഴുകിയോ സബാഷ് Nice സബാഷ് one, nice. നൈസ് Very നൈസ് 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 ഗൗരി ചേച്ചി വാവ് ആയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നടാ, സൂപ്പർ. ആ വിഷ്വലും എല്ലാം ആൻഡ് കോറസ് നിങ്ങൾ എല്ലാരും അടിപൊളിയായിരുന്നു. സൂപ്പർ. ഷാനിക്ക, എന്തോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മനുച്ചേട്ടൻ എഴുതുമ്പോഴേ ഈ വൗ അതിനകത്ത് ഉണ്ടായിരുന്നു? ഇല്ല. ഇല്ല. ഓ, ഈ പറഞ്ഞ പോലെ ഈ റഫ് ട്യൂൺ കൊടുത്തു. ഉം, ട്യൂൺ കൊടുത്തിട്ട് മനു എഴുതി തന്നു. ഉം. അപ്പം ബേസിലിന്റെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മള് ട്രിവാൻഡ്രത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോന്ന് അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞ പടത്തിന്റെ മിക്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബേസിൽ അങ്ങോട്ടേക്ക് ഈ ഗോദയുടെ കഥ പറയാൻ വേണ്ടിട്ട് വരുന്നത്. ഓക്കേ. അപ്പൊ ഈ അടികപ്പിയാരുടെ മിക്സിന് ബേസിയും ഇരിക്കുന്നുണ്ട്. ബേസി അവിടെ പുറകിൽ ഇരിപ്പുണ്ട്. ആ. അങ്ങനെ ആ മിക്സ് കഴിഞ്ഞിട്ട് ആ. ഞങ്ങള് അവിടുത്തെ ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് പോയപ്പോൾ ബേസിയും കൂടെ വന്നു. ഉം. എന്നിട്ട് അവിടെ നിന്നാണ് ബേസി ഈ കഥ പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ എന്നോട് പറയുന്നത് ഇങ്ങനെ ഒരു പാട്ട് വേണം. അപ്പം ഇങ്ങനെ ഒരു മോഡേൺ വസ്ത്രധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ ഒരു ഗ്രാമത്തിൽ എത്തുമ്പോൾ അവിടുത്തെ തെങ്ങിൻ്റെ മേലെ കയറുന്ന ആൾ തൊട്ട് പാൽക്കാരൻ തൊട്ട് പത്രക്കാരൻ തൊട്ട് ചായക്കടക്കാരൻ തൊട്ട് എല്ലാവരും ഇവളെ കാണുമ്പോൾ നമ്മളെ മനസ്സിലൊരു വാ എന്ന് പറയുന്ന ഒരു സംഭവം വരണം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു പാട്ട് എന്ന് പറഞ്ഞു. ആ. അപ്പൊ അങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി. ട്യൂൺ ഉണ്ടാക്കിയിട്ട് ഞാൻ ബേസിക് അയച്ചു കൊടുത്തു. ബേസിക് ട്യൂൺ ഇഷ്ടമായി. മനുവിന് അയച്ചു കൊടുത്തു. മനു ഇത് എഴുതിയിട്ട് ഞാനിത് ട്രാക്ക് വെറുതെ ഒന്ന് പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷ്വൽ സംഭവം ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് വരുന്നത്. കാരണം ഈ ആരു നീ ഓമല എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അത് ഇവൾ ആരാണ്, കാരണം ആ ഗ്രാമത്തിലെത്തി ഈ കുട്ടി ആരാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഈ കുട്ടിയെ നോക്കിയിട്ട് അപ്പൊ നമുക്കിങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ തനി എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് വന്നതാണ്. എന്റെ മനസ്സിൽ കൗതുകം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന ആ ഗ്രാമത്തിലുള്ള ആളുകള് വാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നോവൽറ്റി വാല്യൂ ഉണ്ട്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഇവരിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ പാൽക്കാരൻ അല്ലെങ്കിൽ സൈക്കിളിലൂടെ പോന്നാൽ വാവ്. അപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു 2 പോയിന്റിൽ എങ്ങാണ്ട് വെറുതെ ഇങ്ങനെ ഒരു വാവ് അങ്ങനെ ഒരു വാവ് വന്ന്. അപ്പൊ പിന്നെ ഞാൻ ഇത് കൊള്ളാനോ പരിപാടി. അപ്പൊ ഞാൻ ഇതിന് വാവ് സോങ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാം. അങ്ങനെ തുടക്കത്തിൽ അവിടെ ഇവിടെ എവിടെയൊക്കെ പ്ലേസ്മെന്റ് പറ്റുന്നുള്ള രീതിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ വാവ് കൊണ്ടുപോയി ഇട്ടു. അങ്ങനെയാണ് ഇത് വാവ് സോങ് ആയി മാറിയതും പിന്നീട് സിത്തു പാടിയതൊക്കെ. ഇപ്പൊ ഒരു സംഭവം ആ ഗ്രാമത്തിലെ എല്ലാ കുടുംബത്തിലും ചോറ് വിളമ്പുമ്പോഴും ചായ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര രസമുള്ള വിഷ്വൽസും നല്ല രസം. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് ഗൗരി നന്നായിട്ട് പാടി. എനിക്ക് ആ ഒരു ഫസ്റ്റ് പോർഷനിൽ ഗൗരിയുടെ ലെവൽ അത്ര വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അത് ആരു നീ എന്നുള്ളത് മെയിലിനാണ് ആ ഒരു ഡോമിനൻസ് കിട്ടുക. അത് ആക്ച്വലി അത് രണ്ടും കുറച്ചൊന്ന് ക്ലാഷ് ആയതുപോലെ എനിക്ക് തോന്നി. മെയിലും ആ ഒരു ഗൗരി പാടിയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് എനിക്ക് ഫീൽ ചെയ്തു. അതിനൊരു ഡോമിനൻസ് എന്ന് പറയുന്നത് ആര് നീന്നും പറഞ്ഞിട്ട് മെയിലാണ് അവിടെ ഒരു ഡോമിനൻസ് കൊടുക്കുന്നത്. പിന്നീടാണ് ഫീമെയിലിൻ്റെ പ്രസൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫീൽ ചെയ്തു. അതർവൈസ് ഗൗരി നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നല്ല പാട്ട് വളരെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഈ അനുപല്ലവി മുതൽ അങ്ങ് ഫ്ലാറ്റായി കേട്ടോ. അതേ ഉള്ളൂ ഒരു ആകെ ഉള്ള ഒരു പ്രശ്നം. പിന്നെ അത് ചേരുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഫീൽ ചെയ്തോ? മനസ്സിലാവുന്നുണ്ടായിരുന്നു. നിക്കുന്നുണ്ടായിരുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ പല്ലവിയൊക്കെ നല്ല രസമായിരുന്നു. അപ്പൊ അസുഖമില്ലായിരുന്നല്ലേ? അനുപല്ലവി തൊട്ട് അസുഖമായത് കൺട്രോളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇത് ചേർന്നില്ല, അതാണ് പ്രധാനമായിട്ട്. ബാക്കിയെല്ലാം അതിന്റെ എന്താ ആ കോമ്പസിഷൻ ഉൾക്കൊണ്ട് തന്നെ പാടിയിട്ടുണ്ട്. അത് ചേർന്നില്ലെന്നുള്ളത് അത് ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറ്റും, എന്നൊരു ഇഷ്യൂ അല്ല. എന്തൊക്കെയാലും ഷാനിന്റെ ഒരു നല്ല പാട്ടാണ്.
അത് നമുക്ക് തീരുമ്പോൾ അയ്യോ ഇത് തീർന്നോ എന്ന് തോന്നി എനിക്ക്. പോട്ടെ, അത് മാത്രം മതി. നന്നായിരുന്നു. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, നമ്മൾ ശ്രുതി പ്രധാനമാണ്. അത് വരുമ്പോഴേ അതിനൊരു ഗുണമുള്ളൂ. പിന്നെ യഷിന്റെ അശരീരി അതിമനോഹരമായിരുന്നു. മുകളിൽ നിന്നാണ് വരുന്നത് ശബ്ദം. അത് നന്നായിരുന്നു. നിങ്ങളെല്ലാവരും നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ. നല്ല കോമ്പസിഷൻ ഷാനെ. ലവ് യു ചക്ര. ചേച്ചി ഗൗരി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. മലയാളി മങ്ക ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ മോളോ. പിന്നെ വണ്ടർഫുൾ സെലക്ഷൻ ഓഫ് എ സോങ്. കാരണം ഷാൻ ഈ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ പൊതുവെ അങ്ങനെ എല്ലാ മൂവീസും അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന ആളല്ല അങ്ങനെ. പക്ഷെ ഈ പാട്ട് കേട്ടിട്ട് ദിസ് പെർട്ടിക്കുലർലി ഈ സോങ് കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ പടം കാണാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയണം ഓഫ് ഷാൻ. കാരണം ഇതിൻ്റെ ഇത് ചെയ്തൊരു രീതി, ഇത് എസ്പെഷ്യലി ആ ഫസ്റ്റ് ഫ്യൂ ലൈൻസ് കഴിഞ്ഞിട്ട് ഈ പൊന്നിൻ കണിക്കൊന്ന എന്ന് പറഞ്ഞ ലൈന് വരുന്നുണ്ടല്ലോ, അത് സോ ബ്യൂട്ടിഫുൾ. ആ പോർഷനിലേക്ക് അത് മാറി ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് സൗണ്ട്സ് വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ ബാക്കിംഗ് എല്ലാം ടോട്ടലി നമുക്കൊരു വളരെ നല്ല ഒരു പോസിറ്റീവ് ഒരു വൈബ് കിട്ടുന്നൊരു പാട്ടാണ്. സോ താങ്ക് യു ടു ഷാൻ ഇങ്ങനെ ഒരു പാട്ട് നമ്മുടെ മലയാളത്തിന് തന്നത്. ആൻഡ് പിന്നെ മോള് പാട്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ മാസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം എനിക്കും അതേ അഭിപ്രായമാണ്. മോളുടെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലാതെ നല്ല വോയിസ്, സ്ട്രോങ് വോയിസ് ആണ് മോളുടെ. അപ്പം നന്നായിട്ട് പാടുകയും ചെയ്തു. ഈ ശ്രുതി കാരണം ഇത്തരത്തിൽ പാട്ടുകൾ വരുമ്പം ഈ സ്ട്രെയിറ്റ് നോട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ കോഡിനോടൊത്ത് ചേർന്ന് പോകുമ്പോഴാണ് അതിനൊരു ഭംഗി കൂടുന്നത്. അപ്പം അതൊന്ന് മോളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ എനിക്ക് കുട്ടി സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. എംജി സർ, മക്കളെ തുടക്കം സൂപ്പറായിരുന്നു കേട്ടോ, അസലായിരുന്നു. കാരണം ഞാനത് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഷാൻ്റെ അടുത്ത് പറഞ്ഞു, ആഹാ സംതിങ് ഡിഫറെന്റ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. കാരണം എപ്പോഴും ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യമില്ല. ഇത് ഈ പാട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നപ്പോൾ പല രീതിയിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇങ്ങനൊരു രീതിയിൽ കൊണ്ടുവന്നതിന് വെരി ഗുഡ് അസലായിട്ട്. കാരണം ആ പാട്ട് തീർന്നപ്പോഴും അയ്യോ തീർന്നു പോയോ അങ്ങനെ ഒരു തോന്നല് നമ്മളിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മാജിക്കാണ്. അപ്പൊ ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നോണ്ടാണ് തീർന്നു പോയോ എന്ന് നോക്കി. ചിലപ്പോ നമ്മൾ ഒരു പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ എപ്പ എന്ന് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് പാട്ട് തീർന്നപ്പോ തീർന്നോ എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. നന്നായിട്ട് പാടി കേട്ടോ. ഈ തുടക്കം നന്നായിരുന്നു. ഈ പട്ടുതന്നൽ മെല്ലെ അവിടാണ് ഈ ശ്രുതി പോയത്. അത് ശ്രുതി ആയിരുന്നു പാടിയത്. നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ പോവല്ലോ. പട്ടുതന്നൽ മെല്ലെ തൊട്ടുരുമ്മിപ്പോകേ പൊട്ടണിഞ്ഞു നിൽക്കും പൊട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം അവിടെ എല്ലാം സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ. അതൊന്നും നല്ല സുഖമായിട്ട് പഠിക്കേ. സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ. ഇതല്ലേ വേണ്ടത്. എന്തിനപ്പ ഇത് ഇങ്ങനെ എടുത്തെറിയണ്ടേ ഇത്? കാരണം ഇത് നല്ല സുഖമായിട്ട് ചെയ്തു തന്നിരിക്കല്ലേ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഗതി. അപ്പൊ മോള് പാടി ഇപ്പം എല്ലാരും പറഞ്ഞല്ലോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നല്ല കമ്പോസിഷൻ, നല്ല പിക്ചറൈസേഷൻ, നല്ല പടം. മോള് നന്നായിട്ട് പാടി. എക്സെപ്റ്റ് ഈ ശ്രുതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചോദിക്കാം. ചേച്ചി ഷാൻ പറയട്ടെ ആദ്യം. ഷാൻ ആദ്യം ഇടട്ടെ. അങ്ങനെ കമ്പോസർ ഷാൻ റഹ്മാൻ ഗൗരിക്ക് വേണ്ടി മാർക്ക് എഴുതി ആ ഗാനക്കൂടത്തിൽ റണ്ണിങ് കമന്ററി. താങ്ക് യു സർ. ചേച്ചി 8.3 മാർക്സ്. താങ്ക് യു മാം. 8.4.
So total 24.8. താങ്ക് യു. Wow. Ni pa maga